ആന്റി വരാന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. പപ്പ പറഞ്ഞ പോലെ ലക്ഷ്മിയുടെ അടുത്ത് പോവാം. ശരത്തേട്ടൊന്ന് നിർത്തിയേ, കൊച്ചിന് വിശക്കുന്നുണ്ടാവും, അതിനിങ്ങോട്ട് തരാം. നിക്കടി, ഈ ഒരു പിക്കൂടെ എന്നിട്ട് നീ കൊടുത്തോ. ഇന്ന് തരണ്ട കൊച്ചിന് ഒന്നുകൂടെ വന്നിട്ട് ഇത് പെട്ടെന്ന് പിക്കാന്ന് അറിയേ. നീ എന്തിനാടി രാവിലെ തന്നെ ഇങ്ങനെ ചൂടാവുന്നേ? കണ്ണന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ടാവൂലേ? മനുഷ്യ മിണ്ടാണ്ടിരുന്നോ, വെറുതെ എന്റെ തന്നെ ചോദിച്ചു മേടിക്കണ്ട. എന്താ നിങ്ങൾ രണ്ടുപേരും പറയുന്ന? ഗുഡ് മോർണിംഗ് ചെറിയച്ച. ആ, ഇത്ര നേരമായിട്ടും എന്താ ഇങ്ങോട്ട് കാണാത്തേന്ന് വിചാരിച്ചിരിക്കുക. നീ വന്നേ, നമുക്ക് ഫുഡ് അയക്കണ്ടേ? കണ്ണാ, ലക്ഷ്മി എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ, ചെന്ന് നോക്ക് നീ. ഹായ്, ഇത് മൊത്തം എനിക്കാണോ? ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമല്ലേ. എല്ലാം ചൂടാറും മുന്നേ വേഗം ചെന്ന് കഴിച്ചേ. ചെല് ഏട്ടാ, കൊച്ചിനെ എന്താന്നേ, ഞാൻ അവനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കട്ടെ, ഏട്ടന് ചെന്ന് കഴിക്കും. ആ, നീയും കൂടെ വാടി, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എങ്ങ വാ. ഡാഡി ഇന്ന് നേരത്തെ വരാനല്ലേ പറഞ്ഞേ, പക്ഷെ ഇതുവരെയും കണ്ടില്ല. എന്താ വരാ? ആ കിച്ചു, നീയോ? നീ ഒറ്റയ്ക്കാണോടാ ഇങ്ങോട്ട് കയറി വന്നേ? ആണോടാ? ഓ, ഒരുമിച്ച് കളിക്കാനാണോ? എന്നാ വാ, നമുക്ക് പോവാം. വാ. കൊച്ചെവിടെ ശരത്തേട്ടാ? ഞാൻ ഇവിടെ ഒക്കെ നോക്കി. നിങ്ങളോട് ചോദിക്കുന്ന കൊച്ചെവിടെയാണ്? ഓ, എന്റെ പൊന്ന് ഭാര്യ, കണ്ണനെ വിളിക്കാൻ അങ്ങ് മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. മുകളിലോട്ടോ? ഈ കൊച്ചിത്. അമ്മ, കിച്ചുവിനെ അന്വേഷിക്കാനാണോ? ദേ ഇവിടെയാ കിച്ചു. ഏടാ കിച്ചു, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേടാ തന്നെ മുകളിലോട്ട് കയറി പോകരുതെന്ന്? ഓഹോ, അപ്പോ കൊച്ചു കയറി പോകുന്ന കണ്ടിട്ടും ഇവിടെ ഞാൻ കുത്തിയിരിക്കാല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ ഡാഡി നിന്നെക്കാളും വലിയ മടിയാ. എന്ത് പാടി നീ കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നേ? അവരുടെ മുന്നിൽ എന്നെ താഴ്ത്താൻ പാടുണ്ടോ? അവർക്ക് വല്ല വിലയുണ്ടാവും എന്നെ? ആ, ഇങ്ങനെ പോയാ എനിക്കും നിങ്ങളെ വില ഉണ്ടാക്കില്ല. നിങ്ങൾ രണ്ടുപേരും വായിക്കി കൂടണ്ട. സാരല്ലേ ലച്ചമ്മ. ഇനി തനിയെ മുകളിലോട്ടൊന്നും വരണ്ട കേട്ടോ. ഇവിടെ നിന്ന് വിളിച്ചാ ഞാൻ വരും. പിന്നെ എവിടെ പോവാണെങ്കിലും അമ്മയോടും ഡാഡിയോടും പറയണം. എന്നാ വാ, നമുക്ക് ബോള് കളിക്കാം. കണ്ണാ, എങ്ങോട്ടാ? രണ്ടാളും കൂടിയിട്ട് കളിക്കാൻ പോവാണോ? ഡാഡി വന്നോ? എന്റെ പൊന്നു ഡാഡി, രാവിലെ ഇവിടുന്ന് നേരത്തെ വരാന്ന് പറഞ്ഞു പോയതല്ലേ. പറ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ, എന്നിട്ട് റൂമിൽ പോയാൽ മതി. സോറിടാ കണ്ണ, ഡാഡിക്ക് ഇന്ന് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു, അതാ ലേറ്റ് ആയ. അയ്യോടാ, വലിയച്ഛൻ്റെ ചെറിയ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങ് വന്നേ, നോക്കട്ടെ ഞാൻ. കിച്ചൂസേ, നമുക്ക് ഇന്ന് ബോൾ കളിക്കണ്ട, നാളെ കളിക്കാം. ഏട്ടാ, ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ഏയ് വേണ്ട, നിങ്ങൾ ചെന്ന് കിടന്നോ, ഞാൻ ഫുഡ് എടുത്ത് വെച്ചോളാം. ഏട്ടാ, അടുത്ത ആഴ്ച മുതൽ ഞാൻ ഓഫീസിലേക്ക് വരാം. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഓ, എന്തു ആവാം, നിന്റെ ഇഷ്ടം പോലെ. എന്നെ പിന്നെ 3 പേരും ചെന്ന് കിടന്നോ, ഞങ്ങളും പോവാം. ഗുഡ് നൈറ്റ്. ഇന്ന് വാടകിച്ചു, പിന്നെ ഡാഡി ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് പോയി കിടക്കാം. ഏയ്, അമ്മയും മകൻ ഒന്നവിടെ നിന്നേ. അങ്ങനെ ഇപ്പൊ എന്നെ ഔട്ടാക്കി കിടക്കണ്ട, ഞാനിതാ വരുന്നു. ഡാഡി, ഞാൻ പറഞ്ഞ ആന്റിയെ കണ്ടോ? എന്നിട്ട് എന്ത് പറഞ്ഞു ആന്റി? അയ്യോ, ഞാൻ അവളെ കണ്ടില്ലല്ലോ ഈശ്വര. കണ്ടില്ലാന്ന് ഇവൻ്റെ അടുത്ത് പറഞ്ഞ ശരിയാവത്തില്ല. ഡാഡി എന്തോന്നും മിണ്ടാത്ത? ആന്റിയെ കണ്ടില്ലേ, പറഞ്ഞില്ലേ? ഏയ്, ഡാഡി കണ്ടടാ കണ്ണ. നാളെ എന്തായാലും വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. നീ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. താങ്ക് യു ഡാഡി, താങ്ക് യു സോ മച്ച്. എൻ്റെ ഡാഡി മുത്താണ്. എന്നാടേ, ഇങ്ങ് വന്നേ, നമുക്ക് കിടക്കണ്ടേ? മിനിറ്റ് ഡാഡി, നിങ്ങൾക്കറിയോ ആ ആന്റി ഇല്ലേ, ഒരുപാട് സുന്ദരി, ക്യൂട്ടാ, ബണ്ണി ഫേസാ. അതുപോലെ തന്നെ ആളുടെ ക്യാരക്ടർ അടിപൊളിയാ. എനിക്ക് ഒത്തിരി ഇഷ്ടം. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് കാണാനോ ആന്റിയെ? എന്നാ നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തോ. നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റിംഗ് ആണ് കേട്ടോ. ആ പിള്ളേരെ, നിങ്ങൾക്ക് ഉറക്കല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് ഉറക്കമുണ്ട്. അപ്പൊ ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഹലോ, ഞാൻ ആരാന്ന് മനസ്സിലായോ? ഞാൻ റാമാണ്. ആ, എനിക്ക് മനസ്സിലായി സാർ, പറയൂ. താൻ ഫ്രീ ആണെങ്കിൽ അടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് വരുമോ? എനിക്കൊരു കാര്യം പറയാനായിരുന്നു. സാർ, ഞാൻ അവിടെ തന്നെ ഉണ്ട്, സാർ ഇങ്ങോട്ട് വന്നോളൂ. ഓക്കെ, ഇതാ വരുന്നു. ഇവിടെ തന്നെ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് ഇവിടെയെങ്ങും ഇല്ലല്ലോ. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓ, അവളല്ലേ അത്. ഇവിടെ എന്താ അങ്ങോട്ട് പോകുന്നത്?
ഏയ് ഇവ, ഇതെന്താ ഞാൻ വിളിച്ചത് അവള് കേട്ടില്ലേ? ഇതെങ്ങോട്ടേ പോകുന്നത്? എന്നിട്ട് ഇവ ആ എന്ത് പറ്റി? ഇതിൽ കൂടെ എന്ത് പറ്റാനാ? ഇതും ഫ്രണ്ടായിരിക്കുമല്ലേ? ഓ ഷെറ്റ്, ഇവ ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. ഇങ്ങ നോ, വിട്, തൊട്ട് പോരുത് നീനെ. ഇവ അത് പിന്നെ വേണ്ട ജോ, മാറ്റി നിർത്ത. എനിക്ക് മടുത്തുമല്ല. ഇനി നിനക്ക് വേണ്ടിട്ട് ഈ കണ്ണാൾ നിറയെന്ന് നീ വിചാരിക്കണ്ട. ബൈ, ഗുഡ് ബൈ. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകണം. ആ, എന്തായാലും പോവാം, എൻ്റെ ആവശ്യമായി പോയില്ലേ. ഗുഡ് ഈവനിങ് ഇവ. ഓ സാറോ? ആ സാർ ഇരിക്കെ. എന്താ പറയാനുള്ളത്? പറയാം, ബട്ട് താനിപ്പോൾ ഓക്കെ അല്ലേ? ആ ആ ആ സാർ, ഞാൻ ഓക്കെയാണ്. സാർ പറഞ്ഞോളൂ. ഓക്കെ, അത് പിന്നെ തനിക്കെൻ്റെ മോനെ അറിയില്ലേ? ആ ആ സാർ, കണ്ണനല്ലേ, എനിക്കറിയാം. ആ, ഞാൻ പെട്ടെന്ന് പറയാം. അവൻ എൻ്റെ അടുത്തൊരു കാര്യം ആവശ്യപ്പെട്ടു. അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളെ വേണം. അതിനവൻ തിരഞ്ഞെടുത്തത് തന്നെയാണ്. ആ എന്നെയോ? അത് പിന്നെ തനിക്ക് ഓക്കെ ആണെങ്കിൽ മതിയടോ. ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞതാ. എനിക്കിപ്പോഴാണ് തൻ്റെ അടുത്ത് പറയാൻ ടൈം കിട്ടിയത്. തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. അവനോട് പറഞ്ഞാൽ ഞാൻ സമ്മതിപ്പിച്ചോളാം. ഏയ്, എന്തായാലും എനിക്ക് വേറെ ജോബൊന്നുമില്ലല്ലോ. ഞാനിതിൽ വരാം. എന്തായാലും വെറുതെ ഇരിക്കുമ്പോൾ അതൊരു ബോറല്ലേ. ഓക്കെ, സാലറിൻ്റെ കാര്യമൊക്കെ താൻ തന്നെ പറഞ്ഞാൽ മതി. നമുക്ക് അതുപോലെ തന്നെ നോക്കാം. സാലറി ഓക്കെ സാർ, നമുക്ക് അതുപോലെ നോക്കാം. ലച്ചു തൻ്റെ ഫ്രണ്ടല്ലേ? അവളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ ഞങ്ങൾ വെച്ചത്. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? ആ ഇപ്പോഴോ? അപ്പം ഞാൻ അവിടെ സ്റ്റേ ചെയ്യണോ? അതെ, ഇന്ന് ഈവനിങ് തന്നെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകണമെന്നാ ഓർഡർ. എന്നാ 5 minutes, ഞാൻ ഡാഡി ഒന്ന് വിളിച്ച് പറയട്ടെ, എന്നിട്ട് വരാം. കണ്ണാ, എന്താടാ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നത്? ഡാഡി, ഡാഡി നേരത്തെ വന്നോ? എന്തായി കാര്യങ്ങളൊക്കെ? ആടാ, ഇന്ന് നേരത്തെ വന്നു. ഇന്നലെ ഞാൻ നേരത്തെ വരാൻ പറ്റിയില്ല, അതാ. ഓക്കെ ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ആണോ ഡാഡി? ഇവ ഇങ്ങ് കയറിപ്പോര്. ഹായ് കണ്ണ. താങ്ക് യു ഡാഡി, താങ്ക് യു സോ മച്ച്. എന്താ അവിടെ ഒരു പാളം? ആ ഇവ, നീയോ? ഞാൻ തന്നെ. എത്ര ആടി കണ്ടിട്ട്? ആഹാ, ആരാത്? കൊല്ലങ്ങളായല്ലോടോ കണ്ടിട്ട്. സുഖാണോ തനിക്ക്? ആ അത് പറഞ്ഞപ്പോ നീ ഇപ്പൊ വന്നില്ലേ? ഇന്ന് പോകണ്ട കേട്ടോ. ആന്റി ഇനി എങ്ങോട്ടും പോകുന്നില്ല. നമ്മുടെ ഒക്കെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ ചുമ്മാ? ആ നമ്മുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവുന്നു. അല്ല, കണ്ണൻ എന്താ പറഞ്ഞു വരുന്നു? ഇത് പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാൻ ഡാഡി കൊണ്ടുവന്നേ ആന്റി അല്ലേ ഡാഡി? എന്ത്? നിന്റെ കാര്യങ്ങൾ നോക്കാനോ? ഇവ താനിത് കുടിക്കട്ടോ, ഞാൻ ഇപ്പൊ വരാം. കിച്ചു എണീറ്റുന്നാ തോന്നുന്നത്. എന്നാ നിങ്ങൾ സംസാരിക്കുക, ഞാനിപ്പോൾ വരാം. അണ്ണാ, ഈ കാര്യം നമ്മൾ അവിടുത്തെ 2 പേരെടുത്തും പറഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലച്ചമ്മയ്ക്ക് വിഷമായെന്നാ തോന്നുന്നത്. ആണോ ഡാഡി? എന്നാ ഞാൻ ലച്ചമ്മൻ്റെ അടുത്ത് സംസാരിക്കാം. വേണ്ട, നീ ഇവിടെ ഇരിക്കുക, ഞാൻ ചെന്ന് സംസാരിച്ചിട്ട് വരാം. ഹായ് ഇവാൻറ്റി. ഹലോ, ഇത് വേണോ? അയ്യോ വേണ്ട, ഇവാൻറ്റി കഴിച്ചോ.